വളപട്ടണത്താണ് കേരളത്തിലെ ശാക്തേയ ആരാധന നടത്തുന്ന 13 രുചിത്ത് കാവുകളിൽ അതിപ്രധാനമായിട്ടുള്ള കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരുള്ള കളരിവാതുക്കൽ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. രുചിത്ത് വിധാനത്തിൽപ്പെട്ട മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. നമുക്ക് ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങളെക്കുറിച്ച് കാണാം. എല്ലാ ഭഗവതിമാരോടും കളി പറയാം, എന്നാൽ കളരിവാതുക്കൽ ഭഗവതിയോട് കളി പറഞ്ഞുകൂടാ എന്ന് തലമുറകളായി പറഞ്ഞു വരുന്നൊരു ചൊല്ലുണ്ട്. അത് വിളിച്ചാൽ വിളി കേൾക്കുന്ന ഭഗവതി, ഭയഭക്തി ബഹുമാനത്തോടുകൂടി ഭഗവതിയെ ആശ്രയിച്ചാൽ, അഭയം പ്രാപിച്ചാൽ ഭഗവതി കാത്തോളും എന്നുള്ളത് നിരവധി പേരുടെ അനുഭവമാണ്. ക്ഷേത്രത്തിന്റെ തെക്കും വടക്കും പ്രകാശം പോലും കടക്കാത്ത ഇടതൂർന്ന കാടുകളോടുകൂടിയ നാഗക്കെട്ടാണ്. പടർന്നു പന്തലിച്ചു നിൽക്കുന്ന അരയാൽ മരത്തിൽ ആയിരക്കണക്കിന് വവ്വാലുകളാണ് തലതൂക്കി കിടക്കുന്നത്. പല ശബ്ദങ്ങളും ഇവിടുത്തെ അന്തരീക്ഷവും തന്നെ ഭഗവതിയുടെ ഉഗ്രസ്വരൂപത്തെ നമുക്ക് വെളിവാക്കി തരുന്നതാണ്. മഹിഷാസുരമർദ്ദിനിയായിട്ടുള്ള ഭഗവതിയാണ് കളരിവാതുക്കൽ അമ്മ എന്നും പരശുരാമൻ കേരളത്തിൽ പണി കഴിപ്പിച്ച് പ്രതിഷ്ഠിച്ച 108 ഭഗവതി ക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽ ചിറക്കൽ എന്ന് പറയുന്നത് കളരിവാതുക്കൽ ക്ഷേത്രമാണെന്നും പറയപ്പെടുന്നു. നാടോടി കഥകൾക്കും ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള സങ്കല്പങ്ങൾക്കും മുകളിലായിട്ട് നമ്മൾ രുചിത്ത് വിധാനത്തിൻ്റെ പല വശങ്ങളിലേക്ക് അന്വേഷിക്കുകയാണ്. കാലകൃഷ്ണവർണോ അസ്തി അസ്യ ഇതി കാളി. കൃഷ്ണവർണ്ണത്വമുള്ളത് കൊണ്ടും കാലസ്വരൂപിണിയായിരിക്കുന്നത് കൊണ്ടും ഭഗവതിക്ക് കാളി എന്ന നാമമുണ്ടായി. കിരണാഗമത്തില് കാലാസ്തു ദ്വിവിധോ ജ്ഞേയ സ്ഥൂല സൂക്ഷ്മോപലക്ഷിത. കാലം സ്ഥൂലമെന്നും സൂക്ഷ്മെന്നും 2 വിധത്തിൽ പറയപ്പെടുന്നു. സറ്റിലായിട്ടും ഗ്രോസ് ആയിട്ടും കാലത്തെ 2 രീതിയിൽ ബോധതലത്തിനനുസരിച്ച് മനസ്സിലാക്കാം. കാലസ്വരൂപിണിയായിട്ട് മഹാകാലന്റെ പത്നിയായി സ്ഥിതി ചെയ്യുന്ന ഭഗവതിയെ ഉപാധിഭേദം കൊണ്ട് ലവം എന്നും ത്രുടി എന്നും നിമേഷമെന്നും ക്ഷണമെന്നും മുഹൂർത്തമെന്നും ഘടി എന്നും പ്രഹരമെന്നും ദിനമെന്നും രാത്രിയെന്നും പക്ഷമെന്നും മാസമെന്നും അയനമെന്നും വർഷമെന്നും യുഗമെന്നും കൽപ്പമെന്നും ഇങ്ങനെ കാലവാചിതം അനന്തമായിട്ടൊഴുകുന്നു. ഈ അനന്തമായി ഒഴുകുന്ന പ്രപഞ്ച സ്വരൂപിണിയായിരിക്കുന്ന ഭഗവതി തന്റെ പതിയായ മഹാകാലനിൽ ലയിച്ചാണ് ആദിമധ്യ അന്തഹീനമായി നിലകൊള്ളുന്നത്. ജഗത്തിന്റെ കർത്താവും ധർത്താവും ഹർത്താവുമായി കാലം തന്നെയായി മഹാദേവൻ ഇവിടെ കുടികൊള്ളുന്നു. ആ ശിവന്റെ സ്ത്രീയെ, ശക്തിയെ കാലവിശിഷ്ട അഥവാ മഹാകാളി എന്നും അറിയപ്പെടുന്നു. കാളിയെ തന്ത്രശാസ്ത്രത്തിലും അതുപോലെ തന്നെ പുരാണങ്ങളിലും പല വ്യത്യസ്തമായ രൂപത്തിലാണ് വർണ്ണിച്ചിരിക്കുന്നത്. സിംഹാരൂഢയായും പ്രേതാരൂഢയായും അതുപോലെ തന്നെ വേതാള കണ്ഠസ്ഥിതിയായും വേതാളം എന്ന തന്റെ വാഹനമായ സ്ത്രീയുടെ കഴുത്തിലിരിക്കുന്നവളായും പറയപ്പെട്ടിരിക്കുന്നു. കേരളീയമായിട്ടുള്ള ക്ഷേത്ര ഉപാസനാ പദ്ധതിയിൽ വളരെ സവിശേഷമായിട്ടുള്ള ഭദ്രകാളി പദ്ധതികൾ കാണാം. ഭദ്രോൽപത്തിയിൽ പറയുന്ന ദാരുകജിത്ത്, ദക്ഷയാഗത്തിൽ പറയുന്ന ദക്ഷജിത്ത്, യോഗനിദ്രാ സ്വരൂപിണിയായിട്ട് ദേവീ ഭാഗവതത്തിൽ പറയുന്ന ഭഗവതി, ക്രീംകാര സ്വരൂപിണിയായിരിക്കുന്ന ദക്ഷിണകാളിക, സതിയായും പാർവതിയായും അവതരിച്ച കാളികാപുരാണത്തിലെ കാളിയും, അതുപോലെ തന്നെ വിഷ്ണു അവതാരമായി പറയപ്പെടുന്ന ശ്രീകൃഷ്ണ പരമാത്മാവ്
കാളിയുടെയും കൂടി അവതാരമായിട്ട് ദേവീ പുരാണത്തിലും മുണ്ടമാലാതന്ത്രത്തിലും തോടലതന്ത്രത്തിലും അതുപോലെ കുബ്ജികാതന്ത്രത്തിലും പറയുന്നു. ദുർഗമാസുരന്റെ പിതാവായിരുന്ന രുരു എന്ന അസുരനെ വധിച്ച ത്രിശക്തി സ്വരൂപിണിയായിരിക്കുന്ന രുരുജിത്തിന്റെ കഥ വർണ്ണിക്കുന്നത് വരാഹപുരാണത്തിലെ 95-ാം അധ്യായം മുതലാണ്. ആ കഥാഭാഗം ഇങ്ങനെയാണ്. മഹിഷാസുരവധത്തിന് ശേഷം ലോകത്തെ ചിരകാലം പാലിക്കുന്നതിനായി ദേവി നീലാചലത്തിൽ പഞ്ചാഗ്നി മധ്യത്തിൽ തപസ്സനുഷ്ഠിച്ചു വസിച്ചു. ആ കാലത്ത് മഹാ തേജസ്വിയായ രുരു എന്ന ദൈത്യരാജൻ ബ്രഹ്മാവിൽ നിന്നും വരം വാങ്ങി സമുദ്രമധ്യത്തിലെ ഐശ്വര്യപൂർണമായ മഹാവനം എന്ന പുരത്തിൽ കോടിക്കണക്കിന് സൈന്യത്തോടൊപ്പം വസിച്ചു. അസുരന്മാർ എക്കാലവും ശക്തി പ്രാപിച്ചാൽ ദേവന്മാർക്ക് സമാധാനമുണ്ടാവില്ല. അതുപോലെ തന്നെ ഇവിടെയും സംഭവിച്ചു. രുരു ദേവന്മാരെ സ്വർഗത്തിൽ ആക്രമിച്ചു. ലോകർക്ക് ദുരിതമായി തുടങ്ങി. ഓരോ വിജയങ്ങൾ കഴിയുന്തോറും രുരുവിന് സ്വാർത്ഥതയും അധാർമികതയിലൂടെ ജീവിക്കുന്നതിലുള്ള ആത്മവിശ്വാസവും ന്യായീകരണങ്ങളും കൂടിക്കൂടി വന്നു. രുരുവിന്റെ പ്രവൃത്തിയിൽ സർവ്വ വഴികളും മുട്ടിയ ദേവന്മാർ ദേവിയെ തപസ് ചെയ്യുകയും ശരണം പ്രാപിക്കുകയും ചെയ്തു. ദേവന്മാരുടെ തപസ്സിൽ പ്രീതയായ ഭഗവതി അവരുടെ ദുഃഖം മനസ്സിലാക്കുകയും ദേവിയുടെ മുഖത്തിൽ നിന്നും ഉത്ഭവിച്ച അസംഖ്യം സൈന്യത്തോടൊപ്പം രുരുവിന്റെ കോട്ട ആക്രമിക്കുകയും ചെയ്തു. ദേവിയുടെ സൈന്യത്തിന്റെ ആക്രമണത്താൽ അസുര സൈന്യം പൂർണ്ണമായും പരാജയപ്പെട്ടു. ഇതറിഞ്ഞ രുരു എന്ന അസുരൻ ഒരു മായാരൂപത്തെ സൃഷ്ടിച്ച് ദേവഗണങ്ങളിലേക്ക് അയച്ചു. ആ മായാരൂപത്തിൽ വിമോഹിതരായ ദേവഗണങ്ങൾ മോഹാലസ്യപ്പെട്ടു തുടങ്ങി. രുദ്രശരീരത്തിൽ നിന്നും തപോ ഗുണങ്ങളാൽ ഉത്ഭവിക്കപ്പെട്ട ഭഗവതി തൻ്റെ ജ്ഞാനസ്വരൂപമായിരിക്കുന്ന ത്രിശൂലം കൊണ്ട് രുരു എന്ന അസുരനെ വധിക്കുകയും ദേവന്മാർക്ക് തങ്ങളുടെ രാജ്യവും സ്വസ്ഥതയും തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ദേവി തൻ്റെ ത്രിശൂലത്താൽ രുരു എന്ന അസുരന്റെ കപാലം രണ്ടായി പിളർന്നതിനാൽ ഭഗവതിക്ക് ചാമുണ്ട എന്ന പേര് ലഭിച്ചതായും പറയുന്നു. യുദ്ധം കഴിഞ്ഞ് വിശപ്പ് മൂലം വലഞ്ഞ തൻ്റെ ഭൂതഗണങ്ങളെ സഹായിക്കാനായി ഭഗവതി രുദ്രന്റെ സഹായം തേടി. ശുദ്ധചാരികളല്ലാത്ത സ്ത്രീകളിൽ വസിച്ച് അവരിലൂടെ ഭക്ഷണം സ്വീകരിക്കുക എന്ന രുദ്രനിർദ്ദേശം ഗണങ്ങൾ സ്വീകരിച്ചു. തുടർന്ന് രുദ്രൻ കാളരാത്രിയും രുരുജിത്തും ചാമുണ്ടയുമായ ഭഗവതിയെ സ്തുതിച്ചു. മഹാദേവൻ സ്തുതിച്ച സ്തുതിയിൽ സംപ്രീതയായ ഭഗവതി ഈ സ്തുതി നിത്യവും ആര് ജപിക്കുന്നു അവരോടൊപ്പം താൻ ഉണ്ടാവും എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. മഹാദേവൻ സ്തുതിച്ച ഈ സ്തുതി വരാഹമൂർത്തി ഭൂമിദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതോടുകൂടി ഈ കഥാഭാഗം അവസാനിക്കുകയാണ്. ജയസ്വ ദേവി ചാമുണ്ഡേ ജയ ഭൂതാപഹാരിണി എന്ന് തുടങ്ങുന്ന ഈ സ്തുതിയും കേരളത്തിലും കാശ്മീരിലുമല്ലാതെ ഭാരതത്തിന്റെ മറ്റൊരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കാമാഖ്യ ക്ഷേത്രത്തിലെ ഭഗവതിയുടെ അതിപ്രശസ്തമായിട്ടുള്ള കാമാഖ്യ സ്തോത്രവും ഏകദേശം ഒരുപോലെയാണ് എന്നുള്ളതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായി എനിക്ക് തോന്നി. രുരുജിത്ത് വിധാനത്തിന്റെ ഉപാസകരായിട്ടുള്ളവർ ഈ കഥയിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢ തത്വത്തെ ഗുരുമുഖത്തു നിന്ന് തന്നെ സ്വീകരിക്കേണ്ടതാണ്. അപ്പം നമ്മൾ കളരിവാതിക്കൽ ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങിയാണ്. നല്ല മഴയാണ് ഇപ്പോൾ ഇവിടെ. അപ്പം ഭഗവതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്ഷേത്രത്തിൻ്റെ നടയിൽ വെച്ച് കാണാം. നമസ്കാരം.